Praise the Lord. Hallelujah. 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 മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. Hallelujah. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹാലേലൂയ. കർത്താവ് യേശുക്രിസ്തു പത്രോസിന്റെ കയ്യിലേക്ക് കൊടുത്ത സഭയുടെ ഒരു അധികാരമായിട്ട് ഹാലേലൂയ. ആമേൻ. ഹാലേലൂയ. ദൈവത്തിന്റെ അഭിഷേകത്തിന് മേൽ കൊടുത്ത ഹാലേലൂയ ഒരു അധികാരം. ഹാലേലൂയ. നീ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. ഈ ഭൂമിയിൽ കെട്ട് സ്വർഗത്തിൽ കെട്ടപ്പെട്ടേക്കും, നീ ഭൂമിയിൽ സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുന്നു. ഇത് ആരുടെ കയ്യിലാണ് താക്കോൽ കൊടുത്ത്? പത്രോസിന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ താക്കോൽ എന്ന് ആരുടെയൊക്കെ കയ്യിലിരിക്കുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലായിരിക്കും. ഹാലേലൂയ. ഈ താക്കോൽ കയ്യിലുള്ളവർ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ കെട്ടാനും ചിലതൊക്കെ അഴിക്കാനും പറ്റും. ഹാലേലൂയ. പക്ഷെ പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. അവരത് ഉപയോഗിക്കുന്നത്. ഹാലേലൂയ. എന്നാലും ഞാൻ ഇന്നലെ സഭയിൽ ശുശ്രൂഷിച്ചത് ജോഷുവയുടെ പുസ്തകത്തിൽ തുടങ്ങിയിട്ടാണ് രാജകീയ യഹോവയുടെ പെട്ടകം വെച്ച പുരോഹിതന്മാരെ കുറിച്ചാണ്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി എത്രയാണെന്ന് ഹാലേലൂയ നമുക്കറിയാം. പക്ഷെ ഇന്ന് ആ പെട്ടകം എവിടെ ഇരിക്കുന്ന വെച്ചാൽ നമ്മളിൽ ഓരോരുത്തരിയിരിക്കുന്നു. നമ്മൾ ഈ പെട്ടകം ഇരിക്കുമ്പോൾ ഹാലേലൂയ കർത്താവ് യേശു ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലിരിക്കുന്നു. പെട്ടകത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ മഞ്ഞയിട്ട് വെച്ച പൊൻപാത്രം ഉണ്ടായിരുന്നു. കൽപ്പല ന്യായപ്രമാണം എഴുതി കൊടുത്തത് എഴുതി കൊടുത്ത കൽപ്പലകൾ ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ വടിയുണ്ടായിരുന്നു. ഇത് മൂന്ന് എന്തിനെ സൂചിപ്പിക്കുന്നത്? ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത്. ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു പറഞ്ഞു. മന്ന ഹാലേലിയ. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മഞ്ഞ പൊഴിച്ചു തന്നത് ഞാൻ അത്രയെന്ന് ഹാലിലെ സ്വർഗത്തിലെ പിതാവ് അത്രയെന്ന് പറഞ്ഞപ്പോ അപ്പമാകുന്നത് തന്നെയാണ് മഞ്ഞയായപ്പോ. അത് യേശു കർത്താവിനെ സൂചിപ്പിക്കുന്ന ഹാലേലിയ. അടുത്ത കൽപ്പലകൾ എന്തിനാ സൂചിപ്പിക്കുന്നത്? വചനം. ഹാലേലിയ. അത് വചനം ആയവനാണ് യേശുക്കാത്ത വചനം. ദൈവത്തോട് വചനം ദൈവമായിരുന്നു. അവൻ കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു വചനം പഠിപ്പിക്കുമ്പോൾ സാക്ഷാൽ വചനമാണ് ആ കൽപ്പലകയായിട്ട്. അത് ക്രിസ്തുവാണ്. ഹാലേലൂയ. അടുത്ത അഹരോന്റെ വടി എന്തിനെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. എന്നേക്ക് വരയ്ക്കുന്ന മഹാപുരോഹിതനായ പുരോഹിതൻ ആകാശത്തെ കൂടെ കടന്നു പറ്റി ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് പൗരോഹിത്യത്തിന്റെ പുരോഹിതനായിട്ടുള്ള അതും ക്രിസ്തുവിനെ സൂചിപ്പിക്കും. ഈ ക്രിസ്തുവാണ് പെട്ടകത്തുള്ളിൽ ഇരുന്നതെങ്കിൽ ആ പെട്ടകത്തിന് എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു നമുക്കറിയാം. ഹാലേലൂയ. പെട്ടകം ചെല്ലുന്നിടത്തൊക്കെ എന്തൊക്കെ സംഭവിക്കാറുന്നത് പഴയ നിയമം വായിച്ചു നോക്കിയാൽ ആ പെട്ടകം ഇന്ന് നമ്മുടെ ഉള്ളിലായിരുന്നു. ഈ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാ നമ്മൾ ഓരോരുത്തരും. ഹാലേലിയ. പത്രോസിന്റെ ലേഖനത്തിൽ കൃത്യമായി പറയും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹാലേലിയ. ശ്രേഷ്ഠ ജനമാണ്, വിശുദ്ധ വംശമാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഹാലേലിയ. ഇതെല്ലാം നമ്മൾ ഇന്ന് ആ പുരോഹിത വർഗമായിട്ട് രാജകീയ പുരോഹിത വർഗമായിട്ട് ദൈവത്തിന്റെ പെട്ടകം ചുമക്കുന്നവരാണ് നമ്മളോട്. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്ത്, നമ്മൾ നിൽക്കുന്നിടത്ത്, നമ്മൾ പോകുന്നിടത്തൊക്കെ എത്രത്തോളം ദൈവശക്തി വ്യാപരിക്കണം. ഹാലേലൂയ. നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. പക്ഷേ അവിടെ നമുക്കറിയാം ജോഷുവയുടെ പുസ്തകത്തിൽ ഞാൻ എടുത്ത് വായിപ്പിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോഷുവയുടെ ദൈവം പറഞ്ഞു, ഒരു നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. മോശയുടെ കൂടെ ഇരുന്നവൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊക്കെയും നീ പാലിച്ച് നടക്കേണ്ട നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അപ്പം ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതൊക്കെ പാലിച്ച് നടക്കണമെങ്കിൽ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാനാണ് ജോഷിയുടെ പറയുന്നത്. അപ്പൊ നമുക്കും ഹാലേലൂയ എന്താണ്? നമുക്ക് ദൈവം വചനം തന്നിട്ടുണ്ട്. ഈ വചനത്തിലുള്ളതൊക്കെയും നമ്മൾ പ്രമാണിച്ച് നടക്കാനുള്ളവരാണ്. ഹാലേലൂയ. അവിടെ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്ക് അറിയാം അവരും സാധാരണ ജനവും തമ്മിൽ 2000 വീട് അകലം ഉണ്ടായിരിക്കണം. അത് ഏകദേശം 1.2 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ജനവും പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരും. 3-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹാലേലൂയ. അത്രയും ഡിസ്റ്റൻസ് നിൽക്കണമെന്ന് വെച്ചാൽ ആ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോലും ജനത്തിന് ചെല്ലാൻ കഴിയാത്തത്ര ശക്തിയായിരുന്നു പെട്ടകത്തിൽ. ഹാലേലൂയ. ഇന്ന് നമ്മളിൽ നിന്ന് അതുപോലെ ശക്തി പുറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജനം ഭയത്തോടെയായിരുന്നു ഹാലേലൂയ ആ പെട്ടകത്തെ കണ്ടത്. പെട്ടകം പാളയത്തിലേക്ക് എത്തുമ്പോൾ ശത്രു സൈന്യം യുദ്ധം നടക്കുന്നിടത്തേക്ക് പലപ്പോഴും പെട്ടകം കൊണ്ടുവന്നു. ഈ പെട്ടകം പാളയത്തിലേക്ക് എത്തുമ്പോൾ 6 കുടുംബം ശത്രു സൈന്യം ഭയന്ന് വിറയ്ക്കുമെന്ന്. കാരണം പെട്ടകത്തിന് അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളാകുന്ന പെട്ടകത്തെ ഇന്ന് ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? പണ്ട് ഞാൻ എപ്പോഴും പറയും, ഭാര്യാപുരം അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ ഭാര്യാപുരം അപ്പച്ചൻ വീട്ടിൽ നിന്ന്
മുണ്ടെടുത്തു, ഷർട്ട് ഇട്ടു, കുടയെടുത്ത് അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇത് ഓരോ കാര്യങ്ങളും പ്രാർത്ഥനാ സ്ഥലത്തിരിക്കുന്ന പിശാച് ബാധിച്ച് വിളിച്ചു പറയും. അയ്യോ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അപ്പച്ചൻ കുടയെടുത്ത് ആമി ഞാനിതാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്രാർത്ഥനാ സ്ഥലം പിശാച് സ്ഥലം. കാരണം എന്താ വെച്ചാ അപ്പച്ചൻ വന്ന അവന്റെ കാര്യം പോക്കാതെ അവനറിയാം കാര്യമില്ല. അതുകൊണ്ട് അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിശാച് വിട്ടുപോകും. അല്ലെ അതെന്താ വെച്ചാൽ ഭയപ്പെട്ടിരുന്നു. ഹാലേലൂയ ആമീൻ. ആ പെട്ടകം ചുമക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹാലേലൂയ. അല്ലെ ആത്മാവുള്ളവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഓടിപ്പോകുന്ന അവസ്ഥ ഹാലിൽ ഉണ്ടായത്. പക്ഷെ ഇന്ന് നമ്മളിലൂടെ അത് വ്യാപരിക്കുന്നുണ്ട്. നമ്മളെ ഹാലിൽ അങ്ങനെ നമ്മൾ ആ ഒരു അഭിഷേകത്തിന്റെ മൂലയൊക്കെ ആ പെട്ടകത്തിന്റെ ഹാലേലിയ ആ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നേക്കുകയാണ്. കാര്യം നീ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും, നീ അഴിച്ചാൽ അഴിയപ്പെടുമെന്ന്. ഹാലേലിയ ആമേ. സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഹാലേലിയ ആമേ. ദൈവം തന്ന അധികാരം അങ്ങനെ ആകാശത്തിന്റെ കിളിവാതിൽ അടയ്ക്കുവാനും തുറക്കുവാനും ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ കരമുയർത്തിയിട്ട് മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്യത്തില്ല. ഹാലേലിയ. മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ പെയ്യും. ഹാലേലിയ. കാരണം എന്താന്ന് വെച്ചാൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരത്തെ ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് വന്ന് അഹാബിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഏലിയാവ് പറഞ്ഞിട്ട് ഏലിയാവിന്റെ വഴിക്ക്. ഹല്ലേലൂയ. എന്റെ ആഹാബിനും ഇസബേലിനും മന്ത്രവാദികളുണ്ടായിരുന്നില്ലേ, ശകുനവാദികളുണ്ടായിരുന്നില്ലേ? ആമേ. ഇസബേലിന്റെയും ആഹാബിന്റെയും ആമേ ഹാലേലൂയ ബാലന്റെ പുരോഹിതന്മാരും അശേരയുടെ പുരോഹിതന്മാരും ഒക്കെ ഇപ്പൊ പറഞ്ഞാണ്, ഞാനിപ്പൊ തുറന്നു തരാം. അയാൾ പറഞ്ഞിട്ട് പൊക്കോട്ടെ മഴ പെയ്യുമെന്നൊക്കെ. കാര്യം അവരെല്ലാം മന്ത്രവാദവും പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ചെയ്യിച്ചിട്ടുണ്ടാവില്ലേ? ചെയ്യിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ മഴ പെയ്യാതിരിക്കുമ്പോൾ ഹിന്ദുക്കളൊക്കെ മന്ത്രവാദമൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാലിൽ അവര് മഴ പെയ്യിക്കാൻ നോക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ മഴ പെയ്യണമെങ്കിൽ മന്ത്രവാദം കൊണ്ടൊന്നും മഴ പെയ്യത്തില്ല, ആഭിചാരം കൊണ്ടൊന്നും മഴ പെയ്യത്തില്ല. മഴ പെയ്യണമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നെ വിചാരിക്കണം. ഹാലേലൂയ. അപ്പോൾ അവിടെ ഇവരൊക്കെ പൂജയും കർമ്മവും ഒക്കെ ചെയ്ത് ഹാലേലൂയ ആമേൻ ഇതിങ്ങനെയൊക്കെ നിൽക്കുമ്പം അവർക്ക് മഴ പെയ്യിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഹാലേലൂയ ആമേൻ. താക്കോല് മറ്റവന്റെ കയ്യിലിരിക്കുക, അവൻ അടച്ചിട്ട് പോയേ കഴിഞ്ഞ് തുറക്കണമെങ്കിൽ അവൻ തന്നെ വരണം. അതുകൊണ്ട് ഏലിയാവിനെ അന്വേഷിച്ച് രാജ്യം മുഴുവൻ ആൾക്കാർ പോയി. നമ്മൾ കാണുന്നുണ്ടല്ലോ ഏലിയാവിനെ അന്വേഷിച്ച് ആമേ ആൾക്കാർ മുഴുവൻ ഓടി നടക്കുക. എന്താ ഏലിയാവിനെ കൊണ്ടുവന്നാലും ഇനി ആകാശം തുറക്കാൻ പറ്റത്തുള്ളൂ. താക്കോൽ പുള്ളിയുടെ ഇല്ല അല്ലേ? ഈ താക്കോൽ നമ്മുടെ കയ്യിലേക്ക്. നമ്മൾ അതിന്റെ വലിപ്പം തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ അധികാരം തിരിച്ചറിയുന്നുണ്ടോ? ഹാലേലൂയ ആമേ. ഏലിയാവിനെ ഹാലേലിയ കൊണ്ടുവരാതെ അവരെത്രയൊക്കെ ശ്രമിച്ചിട്ട് ഏലിയാവ് വരാതെ ഏലിയാവ് അടച്ചിനെ തുറക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല. കാരണം ദൈവം നമുക്ക് തന്ന അധികാരമാണ് ഹാലേലിയ ചിലതിനെ തുറക്കാനും ചിലതിനെ അടയ്ക്കാനും. ഹാലേലൂയ. നമ്മൾ നിൽക്കുന്നിടത്ത് ഹാലേലിയ നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് എന്ത് നടക്കണമെന്ന് ഹാലേലിയ അവിടുത്തെ അന്ധകാര മണ്ഡലങ്ങളല്ല തീരുമാനിക്കുന്നത്, അവിടുത്തെ ജാതീയ ശക്തികളല്ല തീരുമാനിക്കുന്നത്, അവിടുത്തെ പാരമ്പര്യത്തിന്റെ ശക്തികളല്ല തീരുമാനിക്കുന്നത്. ഞാനും നീയാ തീരുമാനിക്കണം. അധികാരം തന്ന ദൈവം നിർത്തിയിരിക്കുന്നത് നമ്മൾ തീരുമാനം. നമ്മുടെ ഭവനത്തിൽ എന്ത് നടക്കണമെന്ന് നേരത്തെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭവനത്തിൽ എന്ത് നടക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഹാലേലൂയ. കാരണം അഭിഷേകമുള്ളവന്റെ കയ്യിലാണ് അധികാരം ഇരിക്കേണ്ടത്. ഈ അധികാരം മറ്റൊരാൾ അപഹരിച്ചുകൊണ്ടുപോകാൻ ഇടയാക്കരുത്. ഹാലേലിയ ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ആദാമിന്റെ കയ്യിൽ ദൈവം പറഞ്ഞു സകലത്തിന് മീതെ വാഴണമെന്ന് പറഞ്ഞ് അധികാരം കൊടുത്തുള്ള പിശാച് ഉപായത്തിൽ സ്വന്തമാക്കിയതുപോലെ ഇന്ന് അധികാരം തന്ന ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഈ അധികാരത്തിൽ നമ്മൾ ആയിരിക്കാൻ കഴിയാതെ വണ്ണം പലപ്പോഴും പിശാച് ഉപായത്തിലൂടെ അത് ചതിവിലൂടെ വഞ്ചനയിലൂടെ സ്വന്തമാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ഹാലേലൂയ. യോശുവയുടെ പുസ്തകത്തിൽ സൂര്യ അവിടെ നിൽക്കുക, ചന്ദ്ര അനങ്കരുത് ജോഷുവ പറഞ്ഞു. ഹാലേലൂയ. ഞാൻ ദൈവത്തോട് എപ്പോഴും പറയുന്ന ഇത് ചോദിച്ചിട്ടുണ്ട്. ദൈവമേ ജോഷുവ പറയും വരാത്തൊരു വചനമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. ഒരഭിഷിക്തൻ ജോഷുവയുടെ ദൈവം പറഞ്ഞില്ല നീ പറ, സൂര്യനെ നോക്കി പറ, ചന്ദ്രനെ നോക്കി പറ, ദൈവം പറഞ്ഞില്ല. പക്ഷെ ജോഷുവ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ജോഷുവയുടെ മേൽ ദൈവം ഒരു അധികാരം കൊടുത്തിട്ട് ജോഷുവ പറഞ്ഞ് അതവിടെ നിൽക്കുമെന്ന് മനസ്സിലായി.
ഹാലലുയ. യോശുവ വായ തുറന്ന് പറഞ്ഞപ്പോ അത് അനങ്ങാതെ നിന്ന്. ഹാലലു. യുദ്ധം തീരും വരെ അത് അനങ്ങിയില്ല. ഹാലലുയ. ആമേ. എന്താ പറയാ, ചരിത്രം പറയുന്ന ഹാലെ 365 ദിവസമായി പോയത് ഒരു വർഷത്തിന്റെ ഹാലെ യോശുവ പറഞ്ഞിട്ട് നിന്നതിന്റെയാണ് ആ 4 ദിവസം കിടക്കുന്നത്. ഹാലലൂയ. ആമേ. ആമേ. നാസ പോലും ഹാലലൂയ തെളിയിച്ചു കഴിഞ്ഞ് അന്ന് ഒരിക്കൽ ഇങ്ങനെ സൂര്യനും ചന്ദ്രനും ആമേ സ്റ്റാൻഡ് സ്റ്റില്ലായി. സൂര്യനും ചന്ദ്രനും അല്ല, ആക്ച്വലി ഭൂമിയാണ് നിന്ന് പോയത്. ഭൂമിയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹാലലൂയ. അവർ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുള്ളൂ. പക്ഷേ ഹാലലൂയ അവിടെ ആമേ ആ ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു എന്ന് ഒരിക്കൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തെളിയിക്കുന്നുണ്ട്. കാരണം ആമേ ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും ഹാലലൂയ എത്രയൊക്കെ ചെയ്യാൻ കഴിയാത്ത ചിലതൊക്കെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് ചെയ്യാൻ കഴിയും. ആമേൻ. സ്തോത്രം. അപ്പൊ നമ്മുടെ മേലിരിക്കുന്ന അധികാരം എന്താണെന്ന് തിരിച്ചറിയണം. സ്വർഗരാജ്യത്തിന്റെ താക്കോല നമ്മുടെ, കാരണം സ്വർഗമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഭൂമിയിൽ അധികാരമല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഭൂമിയിൽ ഹാലയിലിയ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നവരോ ഒരു രാജ്യം ഭരിക്കുന്നവരോ ലോകം ഭരിക്കുന്നവരോ അല്ല ഹാലിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടേ. സ്വർഗത്തിൽ ഇരിക്കുന്നവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ സ്വർഗ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ഇരുത്താമെന്നല്ല, ഇനി നോക്കട്ടെ എന്നല്ല, ഇനി ഇരുത്തുമെന്നല്ല, നമ്മൾ എവിടെയാണോ കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്ന അവിടെ തന്നെ പിതാവിന്റെ വലതുഭാഗത്ത് നമ്മളെയും ഇരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്വർഗത്തിലാണെങ്കിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണ് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഭൂമിയിലിരിക്കുന്നവരല്ല. ഭൂമിയിലിരിക്കുന്നവർ ഉപയോഗിക്കുന്ന അധികാരം ആര് കൊടുക്കുന്ന അധികാരം? സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ദൈവം കൊടുക്കുന്ന അധികാരമാണ് അവർ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന ദൈവം കൊടുക്കാതെ അധികാരം ആരുടെയൊക്കെയില്ല. നെബൂഖദ്നേസറിനെ ഹാലേലിയ ആമേൻ ഹാലെ ബാബേൽ ഹാലേല സാമ്രാജ്യം അടയ്ക്കുവാണ്. നെബൂഖദ്നേസർ ഒരിക്കൽ പറഞ്ഞു ഹാലേലൂയ മഹദിയാം ബാബിലോൺ ഹാലെ എന്റെ ആമ എന്ന് പറഞ്ഞു തീർത്തില്ല ഹാലെ. കാരണം അതിനെ നോക്കിക്കൊണ്ട് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഹാലയ അദ്ദേഹം അതിലൊന്ന് അഹങ്കരിക്കാൻ വേണ്ടി വായ തുറന്നപ്പോൾ ഹാലയിലെ കാട്ടിലെത്തിയാണ്. കാരണം എന്റെ ദൈവം തീരുമാനിക്കും. ദൈവമാണ് ആ കസേരയിൽ അവർ ഇരുത്തിയിരുന്നത്. ദൈവമാണ് ഒരു ഇരുത്തുകയും വാഴിക്കുകയും ഇറക്കുകയും ചെയ്യുന്നത്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യും, രാജാക്കന്മാരെ ഇറക്കുവാനും ഹാലില്ല ആരുടെ കയ്യിൽ അധികം പരമ അധികാരിയ ദൈവത്തിന്റെ കയ്യിലാണ്. ആ ദൈവമാണ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. നീ ഇവിടെ ചിലതൊക്കെ കിട്ടി അവിടെ കിട്ടും, നീ അഴിച്ചാലേ അത് അഴിയത്തുള്ളൂ. ഹാലേലൂയ. നമ്മൾ എന്തുകൊണ്ടാ ഹാലേലൂയ നമ്മുടെ മേൽ കിടക്കുന്ന അധികാരത്തെ ഹാലേലു ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഹാലേലു നമ്മൾ വായ തുറന്ന് നമ്മുടെ അധികാരം എവിടെയായിരിക്കുന്നത്? നമ്മുടെ നാവിലാണ് ഇരിക്കുന്നത്, അല്ലേ? നമ്മുടെ നാവിൽ അധികാരമുണ്ട്, നമ്മുടെ കണ്ണിൽ അധികാരമുണ്ട്, നമ്മുടെ കൈകളിൽ അധികാരമുണ്ട്, നമ്മുടെ നിഴലിൽ അധികാരമുണ്ട്, നമ്മുടെ ശരീരത്തിൽ അധികാരമുണ്ട്. ഹാലയിൽ ഈ അധികാരം പരിശുദ്ധാത്മ ശക്തി ഹാലയിൽ നമ്മളെ വ്യാപരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പത്രോസിന്റെ നെല്ല് തട്ടി രോഗികൾ സൗഖ്യമായത്. പൗലോസിന്റെ റൂമാൽ ശരീരത്തെ കിടന്ന് റൂമാൽ പോയപ്പോൾ സൗഖ്യമായത്. എന്തിനു പറഞ്ഞ ഏലീശയുടെ അസ്ഥി തട്ടിയിട്ട് പോലും മരിച്ച മനുഷ്യൻ ജീവിച്ചത്. ഹാലേലിയ ഈ അധികാരം ഹാലയിൽ നമ്മുടെ മേൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിലാണുള്ളത്. ഹാലേലിയ അത് ഈ മൺകൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഹാലയില്ലേ വ്യാപരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ മൺകൂടാരത്തിന്റെ ചിലതൊക്കെ ഒന്ന് പൊളിയണം. ഈ മൺകൂടാരം കെട്ടി അടച്ച് വെച്ചിരിക്കുന്ന പിടിച്ചു വെച്ചിരിക്കുന്ന ഹാലയിലെ ചിലതിനെയൊക്കെ വിട്ടുകളയണം. അതൊക്കെ വിട്ട് കളയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഹാലയില ഈ ശക്തി നമ്മളിലൂടെ പുറപ്പെടാൻ തുടങ്ങും. ഈ ശക്തി മറ്റുള്ളവരിലേക്ക് എത്താൻ തുടങ്ങും. ഹാലയില അപ്പൊ ഈ മൺകൂടാരം അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹാലയിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഇത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനല്ല, ഇത് പൊതുപ്രയോജനത്തിന് അത്രേ. അപ്പൊ ഇത് പൊതുപ്രയോജനത്തിനാണെങ്കിൽ എന്ത് വേണം? ഇത് കൊടുക്കാനുള്ളതാണെന്നൊരു ബോധം ആദ്യം വേണം. ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എനിക്ക് പൂട്ടിവെച്ച് എന്റെ സ്വന്തം ആവശ്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് പൊതു പ്രയോജനത്തിനാണ്. ഹാലേലിയ ഈ ശക്തി നമ്മളിൽ നിന്ന് വ്യാപരിക്കുന്ന നമ്മൾ തിരിച്ചറിയണം. അതുപോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരും തിരിച്ചറിയണം. ഇന്നലത്തെ മീറ്റിംഗ് അസാമാന്യമായ ആത്മപകർച്ച പോലെ ഒത്തിരി പേരെ ദൈവം ഹാലേലിയ അധികാരത്തിന്റെ ശുശ്രൂഷ കൈമാറ്റത്തിലൂടെ എഴുന്നേൽപ്പിക്കാൻ ഇടയായി. ഹാലേലിയ നമ്മൾ എനിക്കറിയില്ല ഹാലേലിയ, കാരണം
വചനം വായിച്ചങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പൂർണ്ണ കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഹാലില്ല, ജനം മുഴുവൻ ആത്മാവിൽ നിറയാൻ തുടങ്ങി. ഹാലിന്റെ കാരണം ജനത്തിന് എവിടെയാണ് ആത്മാവ് ഇറങ്ങുന്നത്, എവിടെയാണ് ആത്മാവ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ 4 മണിക്കൂർ പ്രസംഗിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ദൈവം ചെയ്തെടുക്കും. അവിടെ വലിയ പ്രസംഗങ്ങൾ, നീണ്ട പ്രസംഗങ്ങളുടെ ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനം വിടുവിക്കുന്നത്. അവിടെ ജനം പിന്നെ മറക്കും. ജനത്തിന് സമയമൊന്നും പോകുന്ന വിഷയമേ അല്ല എന്ന് തോന്നും. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്നവർ ആ ഇരിക്കുന്നിടം മറന്ന് ഇരിക്കാൻ തുടങ്ങും. അതിന് ഞാൻ നിങ്ങളോടൊക്കെ പറയും, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല. സാന്നിധ്യത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് ആ സമയത്തിന്റെ ബാരിയർ അവിടെ നിൽക്കത്തില്ല. കാരണം നമ്മൾ ആത്മാവ് കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. വീര സിസ്റ്ററെ ക്യാമറ ഓഫ് ആക്കാതെ. ആത്മാവ് കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിലേക്ക് വന്ന് നമ്മളുടെ ആത്മാവിനെ നമ്മൾ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ ആത്മാവ് ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങും. സ്തോത്രം പറഞ്ഞേ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ താക്കോൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിയണം. ഈ താക്കോൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരം അത് ഉപയോഗിക്കണം. നമുക്ക് ആരോടെങ്കിലും വിരോധം തോന്നി അവനിട്ട് പണി കൊടുത്തേക്ക് എന്ന് ചോദിച്ചു ഉപയോഗിക്കാനുള്ള അല്ലേ ഈ താക്കോല്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിനനുസരിച്ച് നമ്മൾ അത് ഉപയോഗിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ വന്നാൽ എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിടക്കുന്ന കൃപാവരങ്ങളാണ് ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ തുറക്കി അടക്കുകയൊക്കെ ചെയ്യുന്ന പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, മനുഷ്യന്മേൽ അധികാരമുണ്ട്, പൈശാചിക ബന്ധനങ്ങളിൽ അധികാരമുണ്ട്, ഇവിടുത്തെ വാഴ്ചകളുടെ മേൽ അധികാരമുണ്ട്. എല്ലാത്തിന്റെ മേൽ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഈ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞ് ഉപയോഗിക്കണം. ചില ആൾക്കാർ ദൈവദാസന്മാരൊക്കെ പറയുന്ന കേട്ടിട്ട് ചില വ്യക്തികളെയൊക്കെ അവർ ശപിച്ചുകളെ നടക്കുക. പക്ഷേ ശാപം നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. നമ്മളുടെ ഇവിടെ അവിടെ പറയുന്ന ന്യായപ്രമാണ പുസ്തകത്തിലൊക്കെ പാലിച്ച് നടക്കണമെന്ന് പറയും. നമ്മളിവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ വചനം പ്രമാണിക്കണം. ഹല്ലേലൂയ. ഈ വചനം പ്രമാണിക്കണമെങ്കിൽ ഇച്ചിരി കുറച്ച് ധൈര്യമൊക്കെ വേണം. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ളവർ തന്നെയാണെങ്കിൽ അത് പ്രമാണിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാൻ പറ്റില്ല. ദൈവം തന്നെ ശുശ്രൂഷകളും അതുപോലെ തന്നെയാണ്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ ദൈവം ചിലയിടത്ത് നമ്മളെ നിർത്തുമ്പോൾ നമ്മളിലൂടെ ദൈവം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നും ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എന്താ ചെയ്യണം? നമ്മളായിട്ടൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നും ചെയ്യാൻ ആഗ്രഹിച്ച് ദൈവം ആഗ്രഹിച്ചില്ല നമ്മൾ ദൈവം ചെയ്യാത്തത് ചെയ്യാൻ നിൽക്കരുത്. നേരെ പോന്നേക്കണം. ദൈവം പറയാൻ നിൽക്കരുത്, നേരെ പോന്നേക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംഭവമാണെന്ന് ആൾക്കാർക്ക് തോന്നിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചിലതൊക്കെ പറയാൻ ശ്രമിക്കുന്ന അനുഭവം. അങ്ങനെ വരുമ്പോഴാണ് അവിടെയൊക്കെയാണ് നമ്മൾ പരാജയത്തിലേക്ക് അറിയാണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ശുശ്രൂഷകൾ പരാജയമായിക്കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ അധികാരം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം തുറക്കുവാൻ അടയ്ക്കാൻ അധികാരം തന്നിരിക്കുമ്പോൾ നമ്മൾ തുറന്നാൽ പിന്നെ തുറക്കണം, അടച്ചാൽ പിന്നെ തുറക്കണമെന്ന് നമ്മൾ തന്നെ വരണം. ഏലിയാവിനെ എല്ലാവരും വിചാരിച്ച് ഇപ്പൊ തുറക്കാം. ഏലിയാവ് പോയാൽ എന്താ കുഴപ്പം? അവിടെ നിൽക്കില്ല 450 പ്രവാചകന്മാര്. ഹല്ലേലൂയ. എന്റെ കൂടെ ഇല്ല മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാര്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ച എന്താ പ്രത്യേകിച്ച് പാൽ വിഗ്രഹങ്ങളിൽ ബാലിനെ എല്ലായിടം കൊണ്ട് പാടത്തും ചെടിയുടെ ചുവട്ടിലും മരത്തിന്റെ ഉള്ളിലെല്ലാം വെച്ചതിന്റെ കാര്യം അന്ന് മഞ്ഞും മഴയും കൊടുക്കുന്ന ബാലാണെന്ന് ജനത്തിന്റെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു, അങ്ങനെ വിശ്വസിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് അവർ വിചാരിച്ച് ഏലിയാവ് പറഞ്ഞിട്ടൊക്കെ പോകട്ടെ, ഞങ്ങൾക്ക് തുറക്കേണ്ട ആളുണ്ട്. ഏലിയാവ് അടച്ചു കഴിഞ്ഞാൽ തുറക്കാൻ ഒരാളുണ്ടെന്ന് വിചാരിച്ച് അവര് അവരെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവര് പറഞ്ഞ അവസാനം അവരുടെ പ്രവാചകന്മാര് പറഞ്ഞു കാണും, അല്ലെങ്കിൽ പുരോഹിതന്മാര് പറഞ്ഞു കാണും, നമ്മൾ എന്തൊക്കെ ചെയ്താലും കാര്യമില്ല, പോയി എലിയാവിനെ കൊണ്ടുപോവാം. കാരണം താക്കോൽ അവന്റെ കയ്യിലിരിക്കുക, അവൻ അടച്ചു പൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ വന്നാലേ തുറക്കത്തു.
അവനെ കൊണ്ടേത് തുറക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ ഏലിയാവിനെ രണ്ടാമത് കണ്ടപ്പോൾ ആഹാബ് ഏലിയാവിനൊന്നും ചെയ്യാതെ തിന്നുമെന്നൊക്കെ പറഞ്ഞ് നടന്ന ആഹാബ് ഏലിയാവിനെ കണ്ടപ്പോ എന്താ കൊല്ലാതിരുന്നത്? ഏലിയാവ് നീ പോയിട്ട് കൂട്ടിക്കൊണ്ടുപോവാ, രാജാവിനോടാ പറയുന്നില്ല, ജനത്തെ എല്ലാം കൂട്ടിവരുത്ത്, കർമ്മേലിന്റെ മുകളിലേക്ക് വാ, നമുക്ക് അവിടെ നോക്ക് എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം ആഹാബ് അനുസരിക്കുന്നത് നമ്മൾ കാണും അല്ലേ? ജനത്തെ കഷ്ടപ്പെടുത്തുന്നവൻ താൻ നിൽക്കുന്നപ്പോൾ നീ അതിന്റെ ജനത്തെ കഷ്ടപ്പെടുത്തുന്നു പറഞ്ഞു. എന്നിട്ടും ഒന്നും പറയുന്നില്ല. തിരിച്ച് അവിടെ ആ ഏലിയാവ് എന്ത് പറഞ്ഞു അത് അങ്ങനെ തന്നെ അനുസരിക്കുന്നു. കാരണം ആഹാബിനൊരു കാര്യം മനസ്സിലായി, താക്കോൽ ഇവന്റെ കയ്യിലേക്ക് തുറന്നില്ലെങ്കിൽ തുറക്കാൻ പറ്റത്തില്ല. ഇനി ഇവനെങ്ങാനും പോയി കഴിഞ്ഞാല് ഹല്ലേലൂയ ഇതിങ്ങനെ തന്നെ അടഞ്ഞു തന്നെ കിടക്കും. കാരണം എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ അങ്ങനെ തന്നെ പറയുന്നു. ഇനി പറയണമെങ്കിൽ ആര് പറയണം? ഏലിയാവ് തന്നെ പറയണം. ഇത് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് ഏലിയാവിനെ കണ്ടവഴി കൊല്ലാതിരുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആമീൻ അവിടെ എന്ത് നടക്കണം, എറണാകുളം പട്ടണത്തിൽ എന്ത് നടക്കണമെന്ന് ആമീൻ ബീന സിസ്റ്റർ നിന്ന് പറയണം, ഷേർലി സിസ്റ്റർ പറയണം. കാരണം നിങ്ങൾ അവിടെ നിൽക്കുമ്പം ദൈവം അവിടെ നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമീൻ ആ പട്ടണത്തിന്മേൽ അധികാരം ദൈവം തന്നിട്ട് ഈ അധികാരം തിരിച്ചറിയുന്നു. എന്താ എൻ്റെ കയ്യിൽ അധികാരമുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതാണ് ഹല്ലേലൂയ. നിങ്ങൾ ആ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. അന്ധകാരം മണ്ഡലം ഹല്ലേലൂയ ആമേൻ ഭയന്ന് വിറയ്ക്കുന്നവരാണ് നമ്മൾ കാണാം. നമ്മള് പലപ്പോഴും ഇതിനെ പേടിച്ചിരിക്കുമ്പോൾ അവര് പറയുന്നത് അവിടെ ഒരുത്തിയുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, അവളത് രാവിലെ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടുണ്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവര് ഭയപ്പെട്ട് നിൽക്കും. നമ്മൾ ആ ശക്തിയെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി നമ്മൾ വില കുറച്ച് കാണും. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഏത് ശക്തിയെന്ന് വെച്ചാൽ അത്യന്ത ശക്തിയെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഈ അത്യന്ത ശക്തി ഏത് ശക്തിയാണ്? ഈ കാണുന്ന സകലത്തിൽ സൃഷ്ടിച്ച ശക്തിയാണ്. അപ്പൊ സൃഷ്ടിക്കാൻ കഴിവുള്ള ശക്തിയാണ്. അല്ല ഒരു വാക്കിന് സകലത്തെ ഉളവാക്കുന്ന ശക്തിയാണ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്ന ഹല്ലേലൂയ ആ വചനം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന മരത്തിന്റെ തോലിരിക്കുന്ന പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ആ ദൈവത്തിന്റെ വചനത്തിന് അത്രത്തോളം പവർ ഉണ്ട്. അപ്പൊ വചനം കൈകാര്യം ചെയ്യുന്ന, വചനം ഉപയോഗിക്കുന്ന നമ്മുടെ വായിൽ ഒരു വചനം വരുമ്പോൾ ഹല്ലേലൂയ അതിന് എത്രത്തോളം ശക്തി ഉണ്ട്. ഇതുപോലെ ശക്തിയുണ്ട്. ആ ശക്തിയും അധികാരവും നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വായ തുറന്ന് ആത്മാവിൽ പറയുന്നതൊക്കെയും വചനമാണ്. ഞാൻ പണ്ട് എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പല പ്രാവശ്യം പറഞ്ഞിട്ട്, നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടുമ്പോൾ നമ്മുടെ വാക്കിനെ ചിലപ്പോൾ ഹല്ലേലൂയ ആമേൻ കല്ലിനറിയത്തില്ല, മണ്ണിനറിയത്തില്ല, കാറ്റിനറിയത്തില്ല, കടലിനറിയത്തില്ല, ഹല്ലേലൂയ ആമേൻ മരിച്ചു പോയവർക്ക് അറിയത്തില്ല, പൈശാചി ശക്തികൾക്ക് തിരിച്ചറിയത്തില്ല നമ്മുടെ ശബ്ദത്തെ. പക്ഷേല് നമ്മുടെ ശബ്ദത്തോടൊപ്പം ട്രാവൽ ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ സകല ജീവനില്ലാത്തതിന് വരെ തിരിച്ചറിയാം. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ നോക്കി പ്രവചിക്കാൻ പറയുന്ന ഭാഗമുണ്ട്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ ശബ്ദം കേട്ട തിരിച്ചറിയോ സിസ്റ്ററെ? ഇല്ല. നമ്മളോട് പറയുകയാണ് ഇറങ്ങി നിന്നിട്ട് മുറ്റത്ത് നിൽക്കുന്ന ഈ നിൽക്കുന്ന ദൈവത്തിന്റെ വചനപ്രത ഈ നിൽക്കുന്ന കാട്ടത്തിയോട് ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ പോകും. ഈ നിൽക്കുന്ന മലയോട് നീ കടലിൽ പോകാൻ പറഞ്ഞാൽ പോകും. മല നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ? കാട്ടത്തെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. എന്തിനാ പറയാം, നമ്മുടെ വീട്ടിന്റെ മുറ്റത്തെ മാവ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുവോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ കേൾക്കും. കാരണം നമ്മൾ പറയുമ്പോൾ ആത്മാവിൽ പറഞ്ഞു. ഞാൻ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഹല്ലേലൂയ അവൻ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കുറെ മാവുണ്ട്. അതിൽ വലിയൊരു മൂവാണ്ട മാവ് നിൽപ്പുണ്ട്. അതിനകത്ത് കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് മാങ്ങ പിടിച്ചിട്ട് മാങ്ങയുടെ ഇത് അധികം കൊണ്ട് അല്ല 3-4 കൊപ്പ് പൊടിഞ്ഞു വീണു. അങ്ങനെ ഭയങ്കര മാങ്ങയായിരുന്നു. കാരണം അതുപോലെ മാങ്ങ പിടിച്ചു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ മാങ്ങയൊന്നുമില്ല, പൂത്തുമില്ല. അപ്പൊ ഇപ്രാവശ്യം മാവ് പൂത്തിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര അതുപോലെ മാങ്ങിയായിരുന്നു. അപ്പൊ ഞാനൊന്ന് പയ്യെ മാവിന്റെ അടുത്തേക്ക് നടന്നു നിന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഇതിനകത്ത് ഹല്ലേലൂയ പൂക്കാതിരിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം പൂത്തെങ്കിൽ ഈ പ്രാവശ്യം പൂക്കണം. കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചെങ്കിൽ ഈ പ്രാവശ്യം ഇത് കായ്ക്കണമെന്ന് പറയും. ഇപ്പൊ നോക്കും മാവ് നിറയെ പൂവാ. ഹല്ലേലൂയ. ആദ്യം മാവ് പൂവിട്ട സമയത്ത് മാവിലൊന്നും പൂവിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് ഹല്ലേലൂയ ഇത് തളർത്ത് ഇല വരാൻ തുടങ്ങി. മാവ് മൊത്തം ഇപ്പൊ പൂത്ത് കൊണ്ടു പിടിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മേൽ തന്നിരിക്കുന്ന അധികാരം അത് നമ്മൾ കരം തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കണം. എന്താന്ന് വെച്ചാൽ അതിന് മേൽ സൃഷ്ടിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രകൃതിയോട് സംസാരിക്കാൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നമ്മുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ.
ആമി വന്ധ്യത പിടിച്ച് നിൽക്കുന്ന മച്ചി എന്ന് പറയുന്ന പലരുടെയും ശരീരത്തിൽ നമ്മൾ കരം വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ എന്തോ അടഞ്ഞിരുന്നെ സ്വാഭാവികമായി നടക്കേണ്ട ചില പ്രക്രിയ നടക്കാൻ കഴിയാതാണ് അടഞ്ഞിരുന്നതിനെ തുറക്കാനായിട്ട് ദൈവം താക്കോൽ നമ്മുടെ തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ആ ഗർഭം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആമേൻ, സ്തോത്ര, ഹാലേലിയ. ആമേൻ. നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്താ അവിടെ സുവിശേഷത്തിന്റെ വാതിൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അത് തുറക്കാൻ അടയ്ക്കാനായിട്ട് ഇന്ന് വരെ മാറി 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 വന്ന് പല ഭരണകൂടങ്ങളും ശ്രമിച്ചിട്ടും എവിടെയെങ്കിലും ഈ വാതിൽ അടയപ്പെട്ടിട്ടുണ്ടോ സിസ്റ്റർ? നമ്മൾ പറയുന്ന ഇറാനിലൊക്കെ സുവിശേഷത്തിന്റെ വാതിലിൽ ഭരണാധികാരിൽ അടച്ചിരുന്നു. പക്ഷേ എങ്കിൽ അവിടെ യഥാർത്ഥമായിട്ട് അടയപ്പെട്ടിട്ടില്ലെന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ കാണുന്നത് കൂട്ടത്തോട് ജനം സ്നാനം വെക്കുന്നതിന്റെ കാര്യം. ഇത്രയും നല്ല അടിച്ചമർത്തി ബൈബിൾ ഉപയോഗിക്കാൻ പാടില്ല, സുവിശേഷം പറയാൻ പാടില്ല, ആൾക്കാരെ തടവിലാക്കി ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും എത്രയോ ആൾക്കാർ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് ഇറാനിലെ ഒരുപാട് ഇറാനികൾ ദുബായിൽ വന്ന് ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ സുവിശേഷത്തെ അടയ്ക്കാൻ ആർക്കും പറ്റിയില്ല. ഇന്ത്യയിൽ ഇന്ന് സുവിശേഷത്തെ തുടച്ചു മാറ്റുമെന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ തുടച്ചു മാറ്റുമെന്നും പറഞ്ഞ് ഒരു കൂട്ടർ ശപഥം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ പറയും ഇത് അവരുടെ ദൈവം ഇപ്പൊ എന്താ, നമ്മുടെ ദൈവം അവര് പ്രവർത്തിക്കട്ടെ, അവരെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യട്ടെ, അവരുടെ കഴിവിനും നിങ്ങളുടെ നിങ്ങൾക്കാകും പോലെ എല്ലാം ചെയ്തുകൊള്ളൂന്ന് പറഞ്ഞ് യേശു കർത്താവിന്റെ കല്ലറ അടയ്ക്കാൻ വേണ്ടിട്ട് ജനത്തെ വിട്ടുകൊടുത്ത പോലെ പീലാത്തോസരെ നിങ്ങളാലാവുന്നത് പോലെ പോയി അടച്ചുറപ്പാക്കുക. അങ്ങനെ പറയുന്നല്ലേ? അല്ല, ഞാൻ പറയുന്ന പോലെ ചെയ്യാനല്ല പറഞ്ഞ. പീലാത്തോസേന് ഇത്ര ആൾക്കാർ തരാം, നിങ്ങൾ ഇന്ന പോലെ ചെയ്യുന്നല്ല പറഞ്ഞേ, നിങ്ങളാലാകും പോലെ. അങ്ങനെ തന്നെയല്ലേ വചനത്തിൽ എഴുതിയേക്കുന്നത്? അല്ലേ സിസ്റ്റർ? ആണ്. അപ്പൊ നിങ്ങളാലാവും പോലെ, പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും അത് നിങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് അവരോടും ദൈവം പറഞ്ഞേക്കുന്നത് നിങ്ങളാലാകുന്നതൊക്കെ ചെയ്തു. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആൾക്കാരെ ഉപദ്രവിച്ചോ, അടയ്ക്കണോ, പള്ളി പൂട്ടണോ, പൂട്ടിക്കോ, അവൻ ചില നിയമം കൊണ്ടുവന്നു പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ദൈവം ഒരു തുറക്കൽ തുറക്കും. ആ തുറക്കുമ്പോൾ അതിനെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഇന്നലെ ശുശ്രൂഷ അപ്പൊ ഞാൻ പണ്ട് ദൈവം നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്ത് ഒരു സമയമാകുമ്പോൾ ഇനി ചില വർഷങ്ങൾക്കുള്ളിൽ ഞാൻ പറയും കേരളത്തെ കുറിച്ച് ദൈവം തന്നെ, കേരളത്തിന്റെ ഇന്ന് കെട്ടിപ്പൊക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിടത്ത് പോലും ഒരു പേഷ്യൻസ് ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ആ പേഷ്യൻസ് ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ അഭിഷിക്തർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ജനങ്ങൾ ഡോക്ടർമാരെ തേടിയിട്ടോ ഹോസ്പിറ്റൽ തേടിയിട്ടോ അല്ല ഓടാൻ പോകുന്നത്. ഇവിടെ ഒരു അഭിഷിക്തനുണ്ട്, ഇവിടെ ഒരു അഭിഷിക്തി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു രോഗം വരുമ്പോൾ ജനം അവരുടെ അടുക്കിലേക്ക് വരാൻ തുടങ്ങും. പത്രോസിന്റെ നെഴുതട്ടി രോഗിയിൽ സൗഖ്യമായത് അപ്പോസ്തലപ്രവൃത്തി വായിക്കാനുള്ളതല്ല എന്ന് ദൈവം ഈ ദിവസങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. അനേകർ അഭിഷേകത്തോടെ അധികാരത്തോടെ എഴുന്നേൽക്കാൻ പോവുകയാണ്. അനേകടത്ത് ജനത്തെ ഇന്നലെ എനിക്ക് അവിടെ അതിനുള്ളിൽ തന്നെ ആ സഭയ്ക്കുലത്തിന് എത്രയോ പേരെ ദൈവം ഇന്നലെ പൊക്കിയെന്നറിയാം. അതുപോലെ അധികാരത്തിന്റെ ശുശ്രൂഷയുമായിട്ട് അധികാരത്തിന്റെ ശുശ്രൂഷ കൊടുക്കുന്നത് പത്രോസിന്റെ കയ്യിലേക്ക് ദൈവം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തതുപോലാണ്. അവര് പറയും അത് സംഭവിക്കും. നീ എന്ത് പറയുന്നുവോ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നീ അടച്ചാൽ അടയണം, നീ തുറക്കണം എന്നുള്ള ഇതാണ് അധികാര ശുശ്രൂഷ. ഹല്ലേലൂയ. കാറ്റിനോട് യേശു കർത്താവ് കൽപ്പിച്ച് കാറ്റ് അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് അടങ്ങിയെങ്കിൽ അതേ ആത്മാവാണ് ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അതേ ക്രിസ്തുവിന് എന്തൊക്കെ അധികാരമുണ്ട് ആ അധികാരം നമുക്ക് തന്നെ ക്രിസ്തുവേശുള്ള കൂട്ടവകാശികളെ നമ്മളും ഇന്ന് പറഞ്ഞ കാറ്റ് അടങ്ങണം. നീ പറയുമ്പോൾ കാറ്റ് അടങ്ങുന്നില്ലെങ്കിൽ നിനക്കെന്തോ കുഴപ്പമുണ്ട്. നിന്റെ മേലുള്ള ആത്മാവ് ഏതാണെന്ന് പരിശോധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞു നോക്കണം. നിങ്ങൾക്കൊക്കെ എന്താണ് ഈ ഉറപ്പില്ലാത്തത്, ഈ ധൈര്യമില്ലാത്ത? നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞു നോക്കണം. പ്രകൃതിയുടെ മേൽ കൈ ഉയർത്തിയിട്ട് നിങ്ങൾ പറയണം, അവിടെ നിൽക്കാൻ പറയണം, പെയ്യരുത് പറയണം. മഴ പെയ്യാനിട്ട് മഴയൊക്കെ മൂടിക്കെട്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ പരീക്ഷിച്ച് നോക്കുന്നേ. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ദൈവമേ ഭയങ്കര മഴ വരുന്നത് മഴക്കാറാണല്ലോ, അല്ലെങ്കിൽ ഇന്ന് മഴയാണെന്ന് പറഞ്ഞ് പ്രകൃതി കാലാവസ്ഥ നിരീക്ഷണം അത് ഇന്ന് കേരളത്തിൽ എറണാകുളത്ത് പരിശക്തമായ മഴ. വീണ സിസ്റ്റർ എങ്ങാണ്ട് പോകണം, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് പോകണം. വീണ സിസ്റ്റർ മുകളിലോട്ട് നോക്കിയിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങി എന്നിട്ട് പറയാണ്, ഞാനിന്ന് ചർച്ചിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ ആകാശത്തിന്റെ കിളിവാതിനെ ഞാൻ അടയ്ക്കണം, മഴ പെയ്യരുത്.
എന്ന് പറഞ്ഞു നോക്കിക്കേ. പോയി തിരിച്ചു വരുമ്പോഴാണ് പെയ്യത്തില്ല മഴ. എനിക്ക് 100 അനുഭവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പറയണം. എന്താ സംഭവിക്കുന്നത്? നീ പറയാത്തോണ്ടാ സംഭവിക്കുന്നത്. എന്താ സാറാമ്മ സംഭവിക്കാത്തത്? പറയാത്തോണ്ടാ സംഭവിക്കാത്തത്. പറഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മൾ പറയണം. ഹല്ലേലൂയ. അപ്പൊ അധികാരം ഉപയോഗിക്കാനുള്ളതാണ്. ഒരു ജില്ലയുടെ ഭരണകൂടം കൊടുത്തിരിക്കുന്ന ഒരു കളക്ടർ, നമുക്കറിയാം ഇവിടെ IAS ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റിന്റെ അധികാരം ഒരു കളക്ടറെങ്കില കൊടുത്തേക്കുന്നത് അല്ലേ? ആ, ഈ കളക്ടർ ഈ അധികാരത്തൊന്ന് ഉപയോഗിക്കുന്ന പുള്ളിക്കാരത്തി അല്ലെ പുള്ളിക്കാരൻ ഹല്ലേലൂയ വീട്ടിൽ കിടന്നുറങ്ങുന്ന, വീട്ടിൽ നിന്ന് ഓഫീസ് വന്നിരിക്കുന്ന, പണിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അതിന്റെ ഭരണം നടക്കുന്നത്? സ്റ്റാഫിന് തോന്നുന്ന പോലെ ആയിരിക്കും അല്ലേ? നമ്മളൊരു കമ്പനിയുടെ മാനേജർ ആയിരിക്കുമ്പം അല്ലെ, നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എല്ലാവരും അവിടെ അഴിമതി കാണിക്കാൻ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കാൻ തുടങ്ങും, പണിയെടുക്കാതിരിക്കാൻ തുടങ്ങും. എന്തിനു പറയുന്ന ഒരു കുടുംബത്തിന്റെ സാറാമ്മ സിസ്റ്റർ ഇപ്പോൾ ഒരു കുടുംബനാഥയാണ് അല്ലെ, മീന സിസ്റ്റർ ഇരിക്കുന്നില്ല, നമ്മുടെ ജോലി ആന്റിമാരും ഹാലയില്യ ഷേർലിസ് എല്ലാവരും നമ്മൾ ആ ഒരു കുടുംബത്തിന്റെ ഹാലയില്യ എന്താ പറയാ തൂണ അല്ലെ വിളക്ക അല്ലെങ്കിൽ എന്താണ് കൺട്രോൾ ചെയ്യേണ്ട ആളാ. നിങ്ങള് വീട്ടില് രാവിലെ എഴുന്നേൽക്കുന്നില്ല, പണിയൊന്നും ചെയ്യുന്നില്ല, ഭർത്താവിന്റെ കാര്യം നോക്കുന്നില്ല, മക്കളുടെ കാര്യം നോക്കുന്നില്ല എങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. കാരണം ദൈവം നിങ്ങളെ ആക്കി വെച്ച പൊസിഷനാണ് അത്. ആക്കി വെച്ച പൊസിഷനിൽ നിങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട് അല്ലെ? പിള്ളേർ കുരുത്തക്കേട് കാണിച്ച് ശാസിക്കും. ഹാലലിയ. സാധനം ഇല്ലെങ്കിൽ പറയുമ്പോൾ വാങ്ങിയിട്ട് വാന്ന് പറയും. ഹാലലി. ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അവിടെ ഒരു കറി വെക്കുമ്പോൾ ആ കറിക്കുള്ളിൽ എന്തൊക്കെ ഇടണമെന്ന് തീരുമാനിക്കുന്ന പോലെ നിങ്ങളാ. ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ സാറാൻ മരിച്ചു കുക്ക് ചെയ്തോ ജെയിംസ് അങ്കിൾ വന്നിട്ട് അതിനകത്തായിട്ട് കുറച്ച് ഉപ്പ് അരിയണം, അതൊക്കെ മര്യാദ ഇട്ട് അതൊക്കെ ഇട്ട് വെച്ചേക്കത്, അതിനകത്ത് ഇടരുത്. എന്താ പറയുന്ന കാര്യം? ഹല്ലേലൂയ. ഇതിന്റെ കൺട്രോൾ എന്റെ കയ്യിലാണ്. ഞാനത് വേണ്ടുന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്ത് വേറെ ആരും വന്ന് ഇടണ്ട അല്ലേ? എന്താ പറയുന്ന കാര്യം? ഞാൻ ഇത് മനസ്സിലാകാൻ വേണ്ടി പറയാം. എന്താ പറയുന്ന കാര്യം? നമ്മുടെ അതോറിറ്റിയാണത്. നമ്മളത് ആക്കി വെച്ച പൊസിഷനാണ്. ഈ കറിക്കകത്ത് എത്ര ഉപ്പിടണം, എത്ര മുളക് ഇടണം, എത്ര പുളി ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അത് കുക്ക് ചെയ്യുന്ന ആളാ വിചാരിക്കുന്നത്. കാലയിൽ അപ്പുറത്ത് കണ്ടു നിൽക്കുന്നവരല്ല വിചാരിക്കണ്ടേ, അവരല്ല അത് ചെയ്യേണ്ടേ കാലം. കാരണം ആ ഉത്തരവാദിത്വം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ അതോറിറ്റി നമ്മളിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പറ്റും? അവിടെ കംപ്ലീറ്റ് സിസ്റ്റം താറുമാറായി പോവും. ഇന്നത്തെ ദിവസം മീന സിസ്റ്റർ വിചാരിക്കുക, ഞാൻ ഇന്ന് കിടന്നുറങ്ങാൻ പോവാ, എഴുന്നേൽക്കുന്നില്ല, ചായ ഉണ്ടാക്കുന്നില്ല, പലഹാരം ഉണ്ടാക്കുന്നില്ല, വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ താളം തെറ്റും അല്ലേ? അവിടെ എന്താ പിന്നെ ഇപ്പോഴത്തെ കാലത്തെ ഹോട്ടലിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യും. പക്ഷെ അവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു, മറ്റൊരാളെ സഹായത്തിന് വിളിക്കേണ്ടി വരുന്നു. ഹാലലൂയ. ഇത് തന്നെയാണ് ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മുടെ കയ്യിലേക്കുന്നത്. ദൈവം നമുക്ക് തന്ന അധികാരം നമ്മൾ ഉപയോഗിക്കാതിരിക്കും, നമ്മുടെ വീടിന്റെ താളം തെറ്റാൻ തുടങ്ങും, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ താളം തെറ്റും. അപ്പൊ പിന്നെ ശരിയാക്കാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത്? നമുക്ക് തന്ന പൊസിഷനും നമുക്ക് തന്ന അതോറിറ്റിയും നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുമാറ്റോ ഒക്കെ വിളിക്കുന്ന പോലെ ഓർഡർ ചെയ്യുന്ന പോലെ ഓർഡർ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അപ്പം ദൈവം കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആകണം അല്ലേ? എല്ലാവരും അതുപോലെ ആകണം. പത്രോസിന്റെ കയ്യിലല്ലേ കർത്താവിന് താക്കോല് കൊടുത്തു. ഞങ്ങളുടെ ഈ താക്കോല് തന്നിട്ടില്ല നമ്മുടെ കർത്താവ് പറയും. അന്ന് ഞാൻ പത്രോസിന്റെ കയ്യിൽ കൊടുത്തു. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്, ക്രിസ്തുവിന് എന്തൊക്കെ അധികാരമുണ്ടോ അതെല്ലാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ശരീരമാകുന്ന സഭ, ആ ശരീരത്തിന് അവയവങ്ങളാണ് നമുക്ക് എല്ലാവർക്കും തന്നിട്ട്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്നത് കൈക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ കാലിന് വേണ്ടി ഓടുന്നത് ബ്ലഡ് പറയുമോ? ഇല്ല. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ, അത് പമ്പ് ചെയ്യുന്നെങ്കിൽ ശരീരത്തിന്റെ ഓരോ അറ്റത്തുള്ള കോശങ്ങൾക്ക് പോലും അത് ലഭിക്കത്തക്ക രീതിയിലാണ് പമ്പ്. അതുപോലെ ശരീരമാകുന്ന സഭയ്ക്ക് എന്തൊക്കെ അധികാരമുണ്ടോ ഈ അവയവങ്ങളായ നമുക്ക് എല്ലാവർക്കും അധികാരമുണ്ട്.
ആമേൻ. സ്തോത്ര ഹാലേലിയ. ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മളെല്ലാരും പറയും ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയത്തില്ല. സത്യമാണ്. ഇന്നലെ നോക്കിയപ്പോൾ ഇവിടെ എൻ്റെ അമ്പലത്തെ ഉത്സവത്തിന് ആ ലോറിക്കകത്ത് കയറ്റി നിർത്തി കെട്ടിപ്പിടിച്ച് കെട്ടിക്കൊണ്ടുവരും. ആന അനങ്ങാതെ അതിനകത്ത് നിൽപ്പുണ്ട്. ആന ഒന്ന് കുടയുമെങ്കിൽ, ആന ഒന്ന് കാലെടുത്ത് കുറച്ച് ചവിട്ടുമെങ്കിൽ ആ ലോറിയൊക്കെ തകർന്നു പോകുന്നേ. ഇല്ലേ? ഒരു ചെറിയ നമ്മൾ കാണാൻ ചെറിയൊരു മറ്റേ പിക്കപ്പിനകത്തൊക്കെ ആനയെ കയറ്റി നിർത്തി കൊണ്ടുവന്ന് കാണാറുണ്ട്. ആന ശരിക്കൊന്ന് അവന്റെ ശക്തി ഒന്ന് എടുക്കുകയാണ്. പിക്കപ്പൊക്കെ എപ്പം പൊടിഞ്ഞു നുറുങ്ങുന്നു നോക്കിയാൽ എന്താ ആനയ്ക്ക് അതിന്റെ ശക്തി അറിയാത്ത വെച്ചാൽ യഥാർത്ഥത്തിൽ ആനയ്ക്ക് ശക്തി അറിഞ്ഞ എപ്പോഴാന്ന് അറിയാം, ആനയ്ക്ക് വട്ട് വരുമ്പോഴാണ്, മതം പൊട്ടുമ്പോഴാണ്. അന്നേരം ആനയ്ക്ക് മനസ്സിലാവുന്ന അയ്യോ എനിക്ക് ഇത്രയും ബലമുണ്ട്, ഇത്രയും ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആന ഇതിനെല്ലാം ചങ്ങലയൊക്കെ പൊട്ടിച്ചാൽ പാപ്പാനെയൊക്കെ ചുഴറ്റി എറിഞ്ഞുകൊണ്ട് ഓടും. ഇല്ലെങ്കിൽ അതുവരെ പാപ്പാൻ ഇത്രയും ഉണ്ട് കുഞ്ഞു വടി കൊണ്ടാണ് ആനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമുക്കൊക്കെ എത്ര പവർ ഉണ്ടോ നമ്മൾ അറിയുന്നില്ല. ഹാലലൂയ. ഇത് ചിലപ്പോഴൊക്കെ എന്താ പറയാ, ആത്മാവ് വന്നിട്ട് ആത്മാവ് കൺട്രോൾ അങ്ങ് ഏറ്റെടുക്കും. നമ്മുടെ കൺട്രോൾ കയ്യിൽ നിന്ന് അങ്ങ് പോകും. എന്ന് വെച്ചാൽ നമ്മളുടെ സുബോധം പോലും പോകുന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ ഹാലയിലെ സകല കൺട്രോൾ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത്രയൊക്കെ ശക്തി നമുക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയല്ല നിങ്ങൾ തിരിച്ചറിയണ്ടേ. നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങളുടെ മേലുള്ള ശക്തി എന്താ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മേൽ ദൈവം തന്ന അധികാരം എന്താ നിങ്ങൾ തിരിച്ചറിയണം. ഈ അധികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ വായ തുറക്കണം. നിങ്ങൾ ചിലതിനോട് കൽപ്പിക്കണം. നിങ്ങൾ ചിലതിനെ നിയന്ത്രിക്കാൻ തുടങ്ങണം. ഹാലലൂയ. നിങ്ങളുടെ ജീവിതത്തെ ശത്രു പദ്ധതികൾ ഒരുക്കുന്നതിന് മുമ്പ് ആ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നവരല്ല. നമ്മളെപ്പോഴും പറയും രോഗം വരുന്നതിന് മുമ്പ് അത് രോഗം വരാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലതെന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശത്രു വെച്ച പദ്ധതികൾ വന്ന് അവൻ കൊണ്ടുവന്ന് അടിച്ച് തകർത്ത് കഴിയുമ്പോൾ പിന്നെ പണിയാനിരിക്കരുത്. അവൻ പദ്ധതി വെക്കുമ്പോൾ അവിടെ പദ്ധതി ഒരുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നീ അറിയണം. ശത്രു ഒരു പദ്ധതി അവിടെ ഒരുക്കുന്നുണ്ട്. ഹാലേലൂയ. അതിനെ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഇതുപോലെ അധികാരത്തിന്റെ ശുശ്രൂഷ ഈ നാളുകളിൽ ഞാൻ പറയാം, വലിയ വലിയ പ്രസംഗിക്കുന്നവരെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. കൂടുതൽ വെറുതെ നിന്ന് കാര്യങ്ങൾ പറയുന്നത് ദൈവത്തിന് ആവശ്യം എന്താ വെച്ചാൽ ദൈവത്തിന്റെ അതോറിറ്റി ഉപയോഗിക്കുന്നവരെ വേണ്ടുന്നു. ഹാലേലിയ. യേശു കർത്താവ് സുവിശേഷം പറഞ്ഞു, പ്രസംഗിച്ചു. ഹാലേലിയ. ജനത്തിന് പ്രസംഗിക്കുകയും വിടുവിക്കുകയും ചെയ്യും. പക്ഷെ യേശു കർത്താവിനെ യഥാർത്ഥമായി കൂട്ടിമുട്ടവരാരും പഴയ അവസ്ഥയെ പിന്നെ ഇരുന്നിട്ടില്ല. ഹാലേലിയ. രോഗികളായിട്ടോ ക്ഷീണിക്കുന്നവരായ അല്ലെങ്കിൽ എന്താ ഭൂതമുള്ളവരായിട്ടോ ഒന്നും പിന്നെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരിക്കൽ വിടുവിച്ചാൽ വിടുവിച്ചതാണ്. ഹാലേലിയ. കുനിയാസ്ത്രീയെ കണ്ട പറഞ്ഞു ഇവൾ അബ്രഹാമിന്റെ സന്തതിയാ. എന്ന് പറഞ്ഞ് ഹലേലിയ. അവരെ കണ്ട് ആരും ചെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോലല്ലേ യേശു കർത്താവ് അവരെ ശുശ്രൂഷിച്ച, ചെന്ന് പറഞ്ഞവരെ ശുശ്രൂഷിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചിലരെയൊക്കെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവരുടെ ഇരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനം കണ്ടപ്പോൾ കർത്താവിനെ മനസ്സലിഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാട് പലരും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ഭവനത്തിൽ തന്നെയുണ്ട്. ബന്ധനത്തിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ അഴിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇരട്ടിൽ നിന്ന് വലിച്ചിട്ട് നമ്മളെയൊക്കെ അതുപോലെ ദൈവം വലിച്ചു കൊണ്ടുവന്നതല്ലേ. നമ്മൾ ജനിച്ചപ്പോഴേ വിശുദ്ധരായിരുന്നു അല്ല. കാരണം ദൈവത്തിന് നമ്മളോടുള്ള മനസ്സലിവാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹാലലൂയ. ആ മനസ്സലിവ് ഇന്ന് ദൈവം നമ്മളോട് തന്നിരിക്കുക, നമ്മളുടെ പ്രകടിപ്പിക്കാനായിട്ട്. നമ്മൾ ഹാലലൂയ നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം ചിലരൊക്കെ ഇങ്ങനെ ഭൂതമൊക്കെ പിടിച്ചിരിക്കുന്ന കാണും, അല്ലെങ്കിൽ ചില ബന്ധനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് കത്തണം. എന്താ അയ്യോ ഇരിക്കുന്ന കണ്ടില്ലേ, അവര് വിടുവിക്കണമെന്നുള്ള ഒരു കത്തൽ ഉള്ളിൽ നിന്ന് കയറും. നമ്മുടെ കൂടെ സഭയിൽ ആരാധിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോൾ അവർ അങ്ങനെ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു ദാഹം വേണം. കാരണം ദൈവം എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. അത് ഇവരെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവർക്കൊരു വിടുതലിനായിട്ട് ദൈവം ഇവിടെ അയച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കത്താൻ തുടങ്ങണം. അപ്പോഴേ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മേൽ അധികാരം എന്താണെന്ന്. ഈ ദിവസങ്ങളിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. നീ ഭൂമിയിൽ കെട്ടും സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കും സ്വർഗത്തെ അഴിയപ്പെടും. ഈ ദിവസങ്ങളിൽ ചിലതിനൊക്കെ കെട്ടുന്നവരായും ചിലതിനെ അഴിക്കാനായിട്ടും ദൈവം തന്നിട്ട് അധികാരത്തെ ഉപയോഗിക്കുന്നവരായി മാറുക. ചിലർക്ക് നീ പൂട്ടണം അത്. ചില ദേശത്തെ നോക്കി ചില ദേശശക്തികളെ അതിനെയൊക്കെ ഇവിടെ ഇനി ഇത് വാഴണ്ട എന്ന് നീ പറഞ്ഞ പിന്നെ അവർക്ക് വാഴാൻ പറ്റത്തില്ല. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവർ വരുമ്പം
അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തിന്റെ ചൈതന്യം പോയി, അവിടുന്ന് ആൾ ഇറങ്ങിപ്പോയി, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഇന്നും എന്തുകൊണ്ടാ ഹാലയില് ക്രിസ്ത്യാനികളെ തെരഞ്ഞെടുത്ത് ഉപദ്രവിക്കുന്നതിന്റെ കാര്യം? അവർ നമ്മളെ ഭയപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ സർവേ ഹാലലിയ BJP പരാജയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സർവേ എടുത്തപ്പോൾ കണ്ടൊരു കാര്യമുണ്ട്. അവിടെയൊക്കെ മിഷണറിമാര് ചെന്ന് ജനത്തെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ സുവിശേഷം പറഞ്ഞ് ജനത്തിന് ബോധം വെച്ചു. അത്രയും നാള് കല്ലിനെയും മണ്ണിനെയൊക്കെ കാണിച്ചിട്ട് ഇതിനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ബുദ്ധിമണ്ഡലത്തെ കെട്ടിക്കളഞ്ഞ സ്ഥാനത്ത് ഹാലലിയ ദൈവത്തിന്റെ സുവിശേഷം അവരുടെ ബുദ്ധിമണ്ഡലം തുറന്നു. അവർ നന്മ തിന്മകളെ തിരിച്ചറിയാൻ തുടങ്ങി. അവർക്ക് നല്ല ചീത്തയും കണ്ട് തിരിച്ചറിയാൻ മനസ്സിലായപ്പോഴാണ് അവർക്ക് വിരോധമായി നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇത്രയും നാളെ നമ്മള് ഇവരെ ഇങ്ങനെ ഒരു മായാവലയത്തിൽ കുടുക്കിയിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് പൊട്ടി. അപ്പൊ അത് ആരാ പൊട്ടിച്ചെന്ന് അന്വേഷിച്ചപ്പോ ഇന്ന ആൾക്കാർ വന്നു. എന്നാ പിന്നെ ഇവിടെ കയറണ്ട എന്നൊരു തീരുമാനമെടുത്ത് ജനത്തിന്റെ സാത്താൻ കുരുട്ടാക്കി വെക്കുന്ന കുരുട്ട് കണ്ണുകളെ തുറക്കാൻ നമ്മൾ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെട്ട ജനം വിടുവിക്കപ്പെടും. പലരും ഇന്ന് ആഗ്രഹിക്കുന്ന ജനം വിടുവിക്കപ്പെടരുത്. ഇങ്ങനെയൊക്കെ തന്നെ ഇരുന്നാൽ മതി, നമ്മൾ എന്ത് പറയുന്നു അതൊക്കെ കേട്ട് അനുസരിച്ച് നിൽക്കണമെന്ന് പലരും ആഗ്രഹിക്കുമ്പോൾ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ചില ദേശങ്ങളിലേക്ക് ഗദരദേശത്തെ ഭൂതഗ്രസ്തന് ഹാലയിലൂയ വിടുവിക്കാനായിട്ട് കർത്താവ് യേശുക്രിസ്തു പോയ ഒരു കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? 6000 ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ ഹാലയിലൂയ, അവനെ ആ ഭൂതങ്ങൾ ബാധിച്ചിരിക്കുക അവർ എന്തൊക്കെ സ്വന്തമായി നശിപ്പിക്കുന്ന ഹാലയിലൂയ, സ്വന്തമായി ഇന്ന് അപ്പനമ്മമാരെ കൊല്ലാൻ മടിയില്ലാത്ത മക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ കൂട്ടപ്പടിക്കുന്ന കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനും കൊല്ലാൻ ഒരു മടിയുമില്ല. കഴിഞ്ഞ ദിവസം ഒരു മാനം കണ്ട അമ്മയും തീയിട്ടല്ലേ വീടിന്, എന്താ പറയാ, അമ്മയും കൂട്ടി ഈ കാര്യങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പിശാച് ആരുടെ അവരുടെ മനസ്സിനെ തിരിച്ച് വിഭ്രാന്തിയിലാക്കി പലതും ചെയ്യിക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. അവര് മാനുഷ്യമായിട്ട് അവരുടെ ബുദ്ധിയിലല്ല അത് ചെയ്യുന്നത്. ആരെങ്കിലും മാനുഷ്യ ബുദ്ധിയുള്ള ആരെങ്കിലും സ്വന്തം അപ്പനെ എടുത്ത് കുത്തിയോ കൊല്ലുകയൊക്കെ ചെയ്യുവോ? വെട്ടിയൊക്കെ ചെയ്യുവോ? കാരണം മൃഗങ്ങൾക്ക് പോലും മാതാപിതാക്കന്മാരെ തിരിച്ചറിയാം. മൃഗങ്ങൾക്ക് പോലും സ്വന്തം മക്കളെ തിരിച്ചറിയാവുന്ന കാലം. പക്ഷെ ഇന്ന് സ്വന്തം മക്കളെ, കൊച്ചുമക്കളെയൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ കണ്ടാൽ പോലും ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഇതിൽ നമുക്ക് കുഞ്ഞിനോടൊരു വാത്സല്യം തോന്നുന്നു, ഒരു സ്നേഹമാണ് തോന്നുന്നു. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളോട് സ്നേഹവും വാത്സല്യം തോന്നുന്നതിനെക്കാട്ടിക്കുള്ള കാമോ തോന്നുന്നു. എന്താ കാരണം? പിശാച് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നു. പൈശാചിക ശക്തികൾ ഭരിക്കാൻ തുടങ്ങുന്നു, ജനത്തെ ഭരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ടാ ഭരണം നടക്കുന്നത് ചോദിച്ചാൽ, ഭരണം നടത്തേണ്ടവർ വാഴേണ്ടവർ വാഴാതിരിക്കുന്നത് കൊണ്ടാണ്. ആദാമിനോട് പറഞ്ഞെടുക്കുക, നീ സകലത്തിൻ മീതെ വാഴണം. ഈ സകലത്തിൻ മീതെ വാഴാൻ പറഞ്ഞപ്പോ അതിനടിയിൽ പിശാച് ഉണ്ട് കേട്ടോ, ഇല്ലേ? ഉണ്ട്. കാരണം ദൈവം നമുക്ക് തന്ന അധികാരം സകലത്തിൻ മീതെ വേണം. ഈ രാജ്യത്തിന് വാഴ്ചകളുണ്ട്, അതിനകത്ത് അധികാരങ്ങളുണ്ട്, കർത്തൃത്വങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിന്റെ മീതെ വാഴുവാൻ ദൈവം അധികാരം തന്നേക്കുന്നത്. പക്ഷെ നമ്മൾ ഈ അധികാരത്തെ തിരിച്ചറിയാതിരുന്നുകൊണ്ട് പലതും ഇത് നമ്മുടെ തലയിൽ കയറി വാഴുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം തന്ന അധികാരത്തെ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഒരു സഹോദരി പറയണ്ടായിരുന്നു, പിന്നെ സിസ്റ്റർ വചനം പറയുമ്പോൾ ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര സൈലന്റ് ആയിട്ട് വളരെ ചെറിയ ശബ്ദത്തില് പക്ഷെ കുറച്ച് ശബ്ദമൊക്കെ ഉയർത്തി കുറച്ച് പവർഫുൾ ആയിട്ടൊക്കെ പറയണ്ടേ, എന്നാലല്ലേ വചനത്തിന്റെ ഒരു ആൾക്കാർക്കൊരു ഫീല് തോന്നുള്ളൂ. ഞാൻ ആൾക്കാരുടെ ഉള്ളിലുണ്ടാകുന്ന വൈകാരികമായ ഫീലിങ്സിനെ ഇളക്കുന്നതല്ല വചനം, അല്ലേ? ആണോ? ഞാൻ കുറച്ച് ഒച്ചയൊക്കെ ഉയർത്തി, കുറച്ച് ബഹളമൊക്കെ വെച്ച്, 2 ഓട്ടമൊക്കെ ഓടി, 2 ചാട്ടമൊക്കെ ചാടിയാലേ വചനത്തിന്റെ ശക്തി പുറപ്പെടുള്ളൂ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദൈവം മൃദുസ്വരത്തിൽ സംസാരിച്ച പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു 3 ദിവസവും ജനത്തിന് വേണ്ടി കൊടുത്ത ഗിരിപ്രഭാഷണങ്ങളൊക്കെ കൊടുത്ത് അവിടെ അലറിപ്പൊളിച്ചൊന്നും ഞാൻ വായിച്ചിട്ടില്ല. കർത്താവ് യേശുക്രിസ്തു അവിടെ ശാന്തമായിരുന്നു ജനത്തെ ഉപദേശിച്ചു. അപ്പൊ നമ്മുടെ ശബ്ദത്തിന്റെ മൈക്കിന്റെ വോളിയം കൂട്ടി വെച്ച് ശബ്ദം കൂട്ടുന്നതിലല്ല വചനത്തിന്റെ വിടുതലിരിക്കുന്നത്. ആ വചനം നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ഉള്ളത്തിലേക്ക് കയറുമ്പോഴാണ്.
ഞാൻ സൈലന്റ് ആയിട്ട് ഇത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബഹളമില്ലാതെ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഹാലേലൂയ. ഇത് നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ? ഉണ്ട്. കാണാൻ എനിക്കറിയാം ഉണ്ടെന്ന്. വെച്ചാൽ നമ്മളിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരിലും വരുന്ന മാറ്റം ഞാൻ കാണാറുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഹാലലിയ അവരിലുണ്ടാകുന്ന മാറ്റം അതുപോലെ അനേകർക്ക് നമ്മൾ പറയുന്ന വചനം അനുഗ്രഹമായി മാറാറുണ്ട് ഹാലലിയ. അപ്പൊ അതുകൊണ്ട് ശബ്ദത്തിലല്ല കാര്യം. ഹാലലിയ. നമ്മൾ എത്ര ശബ്ദം ഉയർത്തിയാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹാലലിയ. നമ്മൾ വായി തുറക്കുമ്പോൾ ആത്മശക്തി പുറപ്പെടുന്നെങ്കിൽ ഹാലലിയ, ആത്മശക്തി ഹാലലിയ, ആ ശക്തിയാണ് സകലം ചെയ്യുന്നത്, സകലതും കൺട്രോൾ ചെയ്യുന്ന ശക്തിയാണ് ഹാലലിയ. അപ്പൊ ആ ശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹാലലിയ, നമ്മുടെ വലിയ ബഹളോ ഒച്ചയൊന്നും വേണ്ട. ശക്തനായവൻ സകലതും ചെയ്തുകൊള്ളും ഹാലലിയ. ഈ ദിവസങ്ങളിൽ ഞാൻ നമ്മൾ വായിച്ച വാക്യം അത് തന്നെയാണ്. പത്രോസിന്റെ കർത്താവ് ദൈവ സ്വർഗരാജ്യത്തെ താക്കോൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹാലലൂയ. ആമേൻ എന്ന് ഉത്തരം പറഞ്ഞു. ഹാലലൂയ. ആമേൻ. അപ്പം സ്വർഗത്തിൽ ഭൂമിയിലും ചിലതിനെയൊക്കെ കെട്ടുവാനും അഴിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അധികാരം തിരിച്ചറിയുക, അധികാരത്തിന്റെ ശുശ്രൂഷകരായി മാറുക. ദൈവം എപ്പോഴും ആഗ്രഹിക്കുക നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മൾ അധികാരത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അധികാരം നമ്മുടെ വായിലൂടെ, നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ കണ്ടുകളിലൂടെ, നമ്മുടെ നിഴലിലൂടെ ഹാലയിലെ നമ്മുടെ പ്രസൻസിലൂടെ ഹാലയിലത് മറ്റുള്ളവരിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ദിവസം ദൈവം നിങ്ങളെ എല്ലാവരെയും അതിശക്തമായി ഉപയോഗിക്കട്ടെ. ഹാലലിയ. അത് നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഇത് വ്യാപാരം ചെയ്യും തോറും വർദ്ധിക്കത്തുള്ളൂ. ഇത് വെച്ചുകൊണ്ടിരുന്നാൽ വർദ്ധിക്കത്തില്ല. ഈ ദിവസങ്ങൾ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നവരായി മാറുക. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.